താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണേ, പ്രൈസർ ഫാമിലിയിൽ നിന്ന്. വരുമോ? ആരാന്നോ? യേശുവേ. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ ചിന്ത അതാ ഇല്ലേ? ചോദ്യരെന്ന് പറയുക. ആരാ? പിശാച്. യേശു വരുമോ? ഇനി യേശു വരുമോ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി? ഈ ചോദ്യം ചോദിച്ച് വരുമ്പോൾ ദിവസം ഒത്തിരി ആവുന്നുണ്ടല്ലോ. കുറേ ദിവസം ആയില്ലേ പ്രാർത്ഥിച്ച് തുടങ്ങിയിട്ട്, സഹോദര സഹോദരി. ഒപ്പം ചോദ്യം കൂടിക്കൊണ്ടിരിക്കുക. യേശു വരുമോ? എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമോ? എന്നെ ഈ അവസ്ഥയിൽ നിന്ന് വിടുവിക്കുമോ? കുറേയേറെ ചോദ്യമാകുമ്പോൾ ഇല്ലെന്നേ, യേശു വരത്തില്ല. എൻ്റെ യേശുവും കൈവിട്ടു. ഈ അവസ്ഥയിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, എൻ്റെ കണ്ണുനീരൊപ്പുവാൻ, എന്നെ ആശ്വസിപ്പിക്കുവാൻ, എന്നെ വിടുവിക്കുവാൻ, എൻ്റെ നിന്ദയും അപമാനവും മാറ്റുവാൻ ലോകത്തിൽ ആരും വരാത്തതുപോലെ യേശുവും വരത്തില്ല. യേശുവും വരത്തില്ല. തളർന്നിരിക്കുക, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും തളർച്ച ബാധിച്ചിരിക്കുന്നു. ഒത്തിരി നാളായി സഹോദര ആ ജോലി സ്ഥലത്ത് പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുക. പ്രശ്നങ്ങൾ മാത്രമാ, ചില വർഷങ്ങളായിരിക്കുന്നു പ്രശ്നങ്ങൾ മാത്രമാ. നല്ലതൊന്നും പറയാനില്ല. കിട്ടിക്കൊണ്ടിരുന്നത് കുറഞ്ഞു വരുന്നു. എപ്പോൾ വേണമെങ്കിലും ജോലി നഷ്ടപ്പെടാം. അതിലുപരിയായി ഭയപ്പെടുത്തുന്ന വാക്കുകൾ, ഏത് നിമിഷം വേണമെങ്കിലും ജോലി നഷ്ടപ്പെടാം. എഴുന്നു നിൽക്കുന്ന ശത്രുക്കൾ ഇങ്ങനെയും പുകച്ച് പുറത്ത് ചാടിക്കണമെന്നു കുറേ ആയി പ്രാർത്ഥിക്കുന്നു. ഒരു മാറ്റവുമില്ല. എൻ്റെ ഭർത്താവിന് ഒരു മാറ്റവുമില്ല. അകന്നകന്നു പോകുക. ഓരോ ദിവസം കഴിയും തോറും പേടിയാ. അവൻ എൻ്റേതല്ലാതായി തീരുക, എൻ്റെ ഭർത്താവ് എൻ്റേതല്ലാതായി തീരുക. സംസാരിച്ചിട്ട് ദിവസങ്ങളായി സഹോദരി ഭാരപ്പെട്ട് കരയുക. പലരോടും പറഞ്ഞ് കരയുക. എൻ്റെ ഭർത്താവിനോട് സംസാരിച്ചിട്ട് ദിവസങ്ങളായി, എന്നോട് സംസാരിക്കുന്നില്ല. ആ പേര് പറഞ്ഞ് മക്കൾ നിന്നെ അപമാനിക്കുക, ബന്ധുക്കൾ സുഹൃത്തുക്കൾ പരിഹസിക്കുക. പ്രാർത്ഥിക്കുന്നു, പക്ഷേ ഇല്ല. യേശു എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി വരത്തില്ല. പിശാച് പറഞ്ഞു തരുന്നതിന് ഒത്തവണ്ണം ഇപ്പോൾ അറിയാതെ പറഞ്ഞു പോവുകയില്ല. യേശു മറുപടിയുമായിട്ട് വരത്തില്ല. എൻ്റെ ഭാര്യ മടങ്ങി വരത്തില്ല. അവൾ എൻ്റേതായി തീരത്തില്ല. അകന്നുപോയി. ഇപ്പോൾ അവൾക്ക് എന്നോട് സംസാരിക്കുവാൻ സമയമില്ല. എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എനിക്കൊപ്പം നിൽക്കുവാൻ സമയമില്ല. അകലെയായി പോയിരിക്കുന്നു. ഇനി വരത്തില്ല. അതേ, എൻ്റെ തലമുറകളുടെ ജീവിതത്തിൽ ഇനിയൊരു മാറ്റം ഉണ്ടാകത്തില്ല. അவ்விധത്തിൽ അവർ പിടിക്കപ്പെട്ടു പോയിരിക്കുന്നു. മദ്യപാനികളായി മാറിയിരിക്കുന്നു. വെറിക്കൂട്ടുകളുടെ കൂടപ്പറപ്പുകളായി മാറിയിരിക്കുന്നു. ലോകപ്രകാരമുള്ള കൂട്ടുകെട്ടുകൾ ദേശത്തിന് തലവേദനയായിക്കൊണ്ടിരിക്കുന്ന അനേക കുടുംബങ്ങൾക്ക് വേദനയും കണ്ണുനീരും സമ്മാനിക്കുന്ന കൂട്ടുകെട്ടുകളിൽ അവർ പെട്ടുപോയിരിക്കുന്നു. അവർക്കൊരു മടങ്ങി വരും. എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, എൻ്റെ മക്കളുടെ ജീവിതം മാറും, അവർ കുടി നിർത്തും. നല്ല മകനായി മകളായി അമ്മ അപ്പ അമ്മയെന്ന് വിളിച്ച്, നല്ല മകനായി അമ്മയെന്ന് വിളിച്ച്, അപ്പാ എന്ന് വിളിച്ച് കാത്തിരുന്ന് മടുത്തു. പിശാച് പറഞ്ഞു തരിക, ഇല്ലെന്നേ, അവൻ നന്നാകത്തില്ല. അവള് മടങ്ങി വരത്തില്ല. പേടിയാ. അവളുടെ റിലേഷൻ, അവളുടെ ഭാവിയെ തകർക്കുമെന്ന്. മാതാവേ, പിതാവേ, നീ ഭയപ്പെട്ടായിരിക്കുക. പുറത്താരോടും പറയുവാൻ കഴിയാത്ത വിധത്തിൽ. അതെ, നീ ഭയക്കുന്നത് സംഭവിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ദൂത, അത് വെറും ഒരു റിലേഷനാണ്. സ്തോത്രം. അവളുടെ ഭാവിയെ ആ റിലേഷൻ ബാധിക്കത്തില്ല. യെസ്, യേശുവിൻ നാമത്തിൽ ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അമ്മേൻ, അവർ ജയിക്കത്തില്ല. എത്രയായി? ജയിക്കുമായിരുന്നെങ്കിൽ നേരത്തെ ജയിക്കണ്ടേ. അവർ പഠിക്കത്തില്ലെന്നേ, അവൾ പഠിക്കത്തില്ല. ചുമ്മാ എഴുതി പൈസ കളയാന്നേ ഉള്ളൂ. ആ എക്സാമിൻ്റെ റിസൾട്ട് ഉണ്ടാകത്തില്ല. ആ അഡ്മിഷൻ കിട്ടത്തില്ല. ഞാൻ കണ്ട സ്വപ്നമൊക്കെ വെറുതെ ആവും. അവർ ഒന്നും ആകത്തില്ല. കുറേ ആയില്ലേ. ആകണമായിരുന്നെങ്കിൽ നേരത്തെ ആകാമായിരുന്നല്ലോ. അവരെ ജയിപ്പിക്കണമായിരുന്നെങ്കിൽ യേശുപ്പനെ നേരത്തെ ജയിപ്പിക്കാമായിരുന്നല്ലോ. അവർക്ക് വഴി തുറന്നു കൊടുക്കണമെങ്കിൽ ഇതുവരെ എന്തുകൊണ്ടാണ് തുറന്നു കൊടുക്കാത്തത്? അപ്പോൾ യേശു കൈവിട്ടു. എത്ര തവണയായി അല്ലേ? എന്തോരം ബിസിനസ്സുകൾ ചെയ്തതാ. രക്ഷപ്പെടുത്തണമെങ്കിൽ യേശുപ്പനെ നേരത്തെ രക്ഷപ്പെടുത്താമായിരുന്നല്ലോ. അപ്പോൾ പിശാച് ഒന്ന് പറയുക, ചുമ്മാതാ, നീ വെറുതെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. യേശു നിൻ്റെ ഈ പ്രാർത്ഥന കേൾക്കത്തില്ല, നിനക്ക് മറുപടി ഒന്നുമില്ല. സങ്കടമാ. കടത്തിന് മേൽ കടം കയറി. അയ്യോ, ആര് സഹായിക്കും? ആരും സഹായിക്കുവാനില്ല. പ്രതീക്ഷയോടെ നോക്കുന്ന യേശുവിനെ
കാണാനുമില്ല അല്ലേ? ഓരോ ട്രീറ്റ്മെൻറ്റ് കഴിയും തോറും മരുന്നിലുള്ളതിനേക്കാൾ വിശ്വാസം ദൈവത്തിലായിരുന്നു. പക്ഷെ ഇപ്പോൾ പിശാചിൻ്റെ വാക്കുകൾ ശരിയാണെന്ന് തോന്നിപ്പോവുകയാണ് അല്ലേ സഹോദര സഹോദരി? ആ കുഞ്ഞിൻ്റെ രോഗം ഓരോ തവണയും പ്രാർത്ഥിച്ച് ഉപവസിച്ച് മാതാവേ പിതാവേ സൗഖ്യമാകും, കർത്താവ് വിടുവിക്കും. പക്ഷെ കർത്താവ് വന്നില്ല. എൻ്റെ പ്രാർത്ഥന കേട്ടില്ല, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നില്ല. അതേ, ആ പിശാച് പറഞ്ഞത് ശരിയാണ്, അവൻ വന്നില്ല. അർത്ഥം അവൻ വരില്ലെന്നാണോ? നിരാശയോടെ ആയിരിക്കുന്നുവോ? അതേ, നിങ്ങളെപ്പോലെ പ്രതീക്ഷിച്ച സമയത്ത് യേശു വരാത്തതുകൊണ്ട് പ്രിയനായ സഹോദരൻ നഷ്ടപ്പെട്ടു പോയ 2 സഹോദരിമാർ അവൻ്റെ വേർപാടിൽ വേദനിച്ച് യേശു വന്നില്ല. തകർന്നു പോകുന്ന ഹൃദയം തകർന്നു പോകുന്ന ആ ചിന്തയോടെ അവൻ്റെ സുഹൃത്തുക്കൾ യേശു വന്നിരുന്നുവെങ്കിൽ, അവൻ്റെ സ്നേഹിതനായ യേശു വന്നിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സ്നേഹിതൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകത്തില്ലായിരുന്നു. ചിന്തിച്ചായിരുന്നു അവരുടെ മധ്യത്തിലേക്ക് യേശു വരികയാണ്. അവരുടെ കണക്ക് കൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് പിശാച് അവരെ പറഞ്ഞു പഠിപ്പിച്ച ആ പഠിപ്പീരുകളെ തെറ്റിച്ചുകൊണ്ട് യേശു കടന്നു വരിക. യോഹന്നാൻ സുവിശേഷം 11-38 വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: യേശു പിന്നെയും ഉള്ള നൊന്ത് കല്ലറയ്ക്കൽ എത്തി. അതൊരു ഗുഹയായിരുന്നു, ഒരു കല്ലും അതിന്മേൽ വച്ചിരുന്നു. യേശു വരാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ലാസർ ആയിത്തീർന്ന കല്ലറയുടെ അടുക്കൽ യേശു എത്തി. അതേ പ്രിയരെ, നിങ്ങളായിരിക്കുന്ന അവസ്ഥ എത്ര തന്നെ പരിതാപകരമായിരുന്നാലും, അതേ ഇന്നലകളിൽ പ്രാർത്ഥിച്ചു, പലതിനും ആ പ്രാർത്ഥിച്ച സമയത്ത് മറുപടി കിട്ടിയില്ല, ഫലമോ നഷ്ടപ്പെട്ടു പോയി. പ്രാർത്ഥിച്ച് മറുപടി കിട്ടാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ജോലി, അതേ വല്ലാത്ത ഫ്രസ്ട്രേഷനാ. ലോകം പരിഹസിക്കുന്നുണ്ട്, ചോദ്യം ചോദിക്കുന്നുണ്ട്, ദൈവം ഉത്തരം തന്നില്ല, ഞാൻ പ്രാർത്ഥിച്ചത് വെറുതെ ആയോ, ഞാൻ വിശ്വാസിയായി ജീവിച്ചത് വെറുതെ ആയിട്ടില്ല, എൻ്റെ യേശു വരിക. നഷ്ടപ്പെട്ടു പോയ ആ ജോലി, അതേ അത് തിരികെ തരുവാൻ യേശുവിൻ നാമത്തിൽ സഹോദര സഹോദരി ആ ജോലി തിരികെ കിട്ടുവാൻ പോവുക. ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറുക. യേശു വരിക. അമ്മേൻ, ആ കല്ലറയ്ക്കുള്ളിലായി പോയ ലാസറിനെ പുറത്തു കൊണ്ടുവരുവാൻ കല്ലറ വാതിൽക്കൽ എത്തിയവൻ, അതേ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ നന്മയുടെ ഉറവിടത്തെ നിന്റെ കരങ്ങളിലേക്ക് തിരികെ തരുവാൻ പോവുക. പിശാചിന്റെ പഠിപ്പീരല്ല, ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അതേ, ആ ജോലി, നഷ്ടപ്പെട്ടു പോയ ജോലി, ദൈവം പ്രാർത്ഥന കേൾക്കാത്തത് കൊണ്ട് കിട്ടാതെ പോയ ജോലി, സ്തോത്രം, അല്ലെങ്കിൽ അത് കിട്ടുമായിരുന്നു, 1 മാർക്കിന്റെ കുറവായിരുന്നു അല്ലേ? യേശു ഇടപെട്ട് ആരെങ്കിലും എനിക്ക് വേണ്ടി സംസാരിച്ചിരുന്നെങ്കിൽ അത് കിട്ടുമായിരുന്നു, ആ അഡ്മിഷൻ കിട്ടുമായിരുന്നു, അത് കിട്ടുമായിരുന്നു അല്ലേ? പക്ഷേ കിട്ടിയില്ല, നഷ്ടപ്പെട്ടു പോയി. ഭാരത്തോടെ ആയിരിക്കുന്നു. യേശു വരിക. ആ നഷ്ടപ്പെട്ടു പോയതിനെ ലോകം പറയും അത് എന്നേക്കുമായി നഷ്ടപ്പെട്ടു, ഇനി ഒരിക്കലും അത് നിനക്ക് കിട്ടത്തില്ല. അതേ, ലോകം അവിധത്തിൽ പറയുന്നതിനെ നിന്റെ സ്വന്തമാക്കി തരുവാൻ യേശു വരിക. നഷ്ടപ്പെട്ടു പോയതിനെ നിന്റെ സ്വന്തമാക്കി തരുവാൻ യേശു വരിക. അമേൻ. യേശു വരുമ്പോൾ ആ നഷ്ടപ്പെട്ടു പോയതിൻ്റെ മഹത്വം മാറുക. ചോദിച്ചില്ലേ, എന്താ യേശുവേ നേരത്തെ വരാത്തെ? ചോദിക്കാൻ അവസരമുണ്ട്. യേശു വരിക. ആമേൻ. മനുഷ്യരോട് ചോദിക്കേണ്ടതേ, യേശുവിനോട് നേരിട്ട് ചോദിക്കും, എന്താ യേശുവേ നേരത്തെ വരാത്തെ? ഈ ജോലി സ്ഥലത്ത് പ്രശ്നമായപ്പോൾ തന്നെ വരാത്തെ എന്താ യേശുവേ? ചോദിക്കേ. അപ്പോൾ യേശു പറയും, സഹോദരിമാരോട് പറഞ്ഞു കാണണം, അതേ ഞാൻ താമസിച്ച് വന്നതേ 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ അതിനുള്ള ഉത്തരം പറയാതെ അവർ മനസ്സിലാക്കുന്നുണ്ട്. ലാസർ യേശുവിനൊപ്പം പന്തിക്കിരിക്കുക. നഷ്ടപ്പെട്ടു പോയവൻ യേശുവിൻ്റെ നാമം മഹത്വമായി മാറി. നഷ്ടപ്പെട്ടു പോയ നിന്റെ തൊഴിൽ, സ്തോത്രം, ശത്രു അടച്ചു വച്ച നിന്റെ ആ വരുമാന മാർഗം, അത് കർത്താവിൻ്റെ നാമ മഹത്വമായി മാറുവാൻ പോകുക. നിന്റെ തൊഴിലിനെ കുറിച്ച് പറയുമ്പോൾ ജനം പറയുവാൻ പോകുക, ദൈവം അവന് വേണ്ടി പ്രവർത്തിച്ചു, ദൈവം അവൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. നിനക്കൊരു ദൈവമുണ്ട്. അതേ, പ്രാർത്ഥിക്കുന്ന സഹോദര സഹോദരി, നിനക്കൊരു ദൈവമുണ്ട്. പരിഹസിച്ചവർ പറയുവാൻ പോകുക, കുറ്റം പറഞ്ഞവർ പറയുവാൻ പോകുക. നിന്റെ പ്രിയപ്പെട്ടവർ തന്നെ ചോദിച്ചു, നീ പ്രാർത്ഥിച്ചിട്ട് എന്തായി? ഇത്ര കാലം പ്രാർത്ഥിച്ചിട്ട് ഉപവസിച്ചിട്ട് ദൈവത്തോട് ചേർന്ന് നിന്നിട്ട് എന്തായെന്ന് ചോദിച്ചവർ പറയുവാൻ പോകുക. കർത്താവിൻ്റെ നാമ മഹത്വത്തിനായി നിന്റെ തൊഴിൽ മാറുവാൻ പോകുക. സഹോദരി, എൻ്റെ യേശു വരിക. നിന്റെ ഭർത്താവിനെ തിരികെ കൊണ്ടുവരുവാൻ. നഷ്ടപ്പെട്ടു പോയി, കല്ലറയ്ക്കുള്ളിലായിപ്പോയി, നാറ്റം വച്ചു, നിങ്ങളുടെ കുടുംബജീവിതം നാറ്റം വച്ചു. അറിയാം,
വിഷമത്തോടെ പറയുന്നുണ്ട്. ആ പ്രശ്നം തുടങ്ങിയപ്പോൾ യേശു വന്നിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ അകന്നകന്നു പോയി, വേറെ കൂട്ടുകെട്ടുകളിൽപ്പെട്ടു, വേറെ ബന്ധമുണ്ടെന്നാ അവരൊക്കെ പറയുന്നത് അല്ലേ? ചിന്തിച്ച് കരയുക. യേശു വരികയാ, നിന്റെ ഭർത്താവാ. യെസ്, ദൂത സഹോദരി, നിന്റെ ഭർത്താവാ. അവനെ തിരികെ കൊണ്ടുവരുവാൻ എൻ്റെ യേശുവിന് കഴിയും. ലോകം പറയും നടക്കത്തില്ല, ഇനി തിരികെ കിട്ടത്തില്ല. എന്നാൽ എൻ്റെ കർത്താവിന് വാക്കൊന്നേ ഉള്ളൂ, ലാസർ പുറത്തു വരിക. അവൻ്റെ വാക്കിന് മുമ്പിൽ ഒരു പിശാചിനും ലാസറിനെ പിടിച്ചു നിർത്തുവാൻ കഴിയത്തില്ല. മരണത്തിന് ലാസറിനെ പിടിച്ചു നിർത്തുവാൻ കഴിഞ്ഞില്ല എങ്കിൽ സഹോദരി, നിന്റെ ഭർത്താവിനെ ഒരു പിശാചിനും പിടിച്ചു നിർത്തുവാൻ കഴിയത്തില്ല, ഒരു വ്യക്തിക്കും പിടിച്ചു നിർത്തുവാൻ കഴിയത്തില്ല. യെസ്, ഒരു കൂട്ടുകെട്ടിനും പിടിച്ചു നിർത്തുവാൻ കഴിയത്തില്ല, ഒരു ശീലത്തിനും പിടിച്ചു നിർത്തുവാൻ കഴിയത്തില്ല. അവൻ പുറത്തു വരിക. സഹോദര, നിന്റെ ഭാര്യ പുറത്തു വരിക, നിന്റെ അടുക്കലേക്ക് വരിക. നിന്നിൽ നിന്ന് അകന്ന് നഷ്ടപ്പെട്ടു പോയെന്ന് നീ ചിന്തിക്കും വിധത്തിൽ മറ്റുള്ളവർക്ക് പറയുവാൻ പാകത്തിലായ നിന്റെ ഭാര്യ തിരികെ വരിക. തകർന്നു പോയ നിന്റെ കുടുംബജീവിതം പണിയപ്പെടുക. അത് കർത്താവിൻ്റെ നാമമഹത്വമായി മാറുവാൻ പോകുക. ഇതുവരെ നിങ്ങൾക്കായി ജീവിച്ചു. ദൂതാണേ, കേൾക്ക്, ഇനി നിങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ പോകുക. നിങ്ങളുടെ സാക്ഷ്യം അനേകരെ മാറ്റുവാൻ പോകുക. ഓ അമേൻ, താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, നിങ്ങളുടെ ജീവിതം കർത്താവിനുള്ളതായി മാറുവാൻ പോകുക, കർത്താവിൻ്റെ നാമമഹത്വത്തിനായി മാറുവാൻ പോകുക. അതേ മാതാവേ, അതേ പിതാവേ, നിങ്ങളുടെ മക്കളുടെ ജീവിതം അതിന് കർത്താവിന് നാമമഹത്വമായി മാറുവാൻ പോകുക. അവരെക്കുറിച്ച് അറിയുന്നവർ പറയുവാൻ പോകുക, ഇങ്ങനെയും പ്രവർത്തിക്കുന്ന ഒരു ദൈവമോ, ആ കൂട്ടുകെട്ടുകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവമോ. അയ്യോ, ചിന്തിക്കുവാൻ തന്നെ പേടിയാ. പോലീസ് കേസാണ്. നിന്റെ തലമുറയെക്കുറിച്ചാ പറഞ്ഞേ. പെട്ടുപോയിരിക്കുന്നു. ഭാവി അവതാളത്തിലാകും. നല്ല ജോലി കിട്ടത്തില്ല, ജീവിക്കുവാൻ കഴിയത്തില്ല. ആ നാട് വിട്ട് ഓടേണ്ടി വരും. ഭയപ്പെട്ടായിരിക്കുക. പുറത്തു കൊണ്ടുവരിക. യേശുവിൻ നാമത്തിൽ എൻ്റെ കർത്താവ് പുറത്തു കൊണ്ടുവരിക. നിന്റെ തലമുറ എൻ്റെ കർത്താവ് പുറത്തു കൊണ്ടുവരിക. ആ കല്ലറയ്ക്കകത്തുനിന്ന്, ആ ജയിലിനകത്തുനിന്ന്, കാരാഗ്രഹത്തിനകത്തുനിന്ന് നിന്റെ തലമുറ എൻ്റെ കർത്താവ് പുറത്തു കൊണ്ടുവരിക. ആ വിദേശ രാജ്യത്ത് കാരാഗ്രഹത്തിനകത്തായിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ തലമുറ എൻ്റെ കർത്താവ് പുറത്തു കൊണ്ടുവരിക. യേശുവിൻ നാമത്തിൽ യേശു വരിക. സ്തോത്രം. അവനെ പുറത്തു കൊണ്ടുവരുവാൻ, അവനായിരിക്കുന്ന കല്ലറയുടെ വാതിൽക്കൽ, ലാസറായിരിക്കുന്ന കല്ലറയുടെ വാതിൽക്കൽ മാർത്തയ്ക്കും മറിയയ്ക്കുമായി യേശു വരിക. ഓ താങ്ക് ഗോഡ്. നിനക്കായി യേശു വരിക. ആ മുറിക്കകത്ത് യേശു വരിക. അവരെ പുറത്തു കൊണ്ടുവരുവാൻ, പരാജയപ്പെടുത്തി പിശാച് ഒതുക്കിക്കൂട്ടിയ ആ സ്ഥാനത്ത് നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാൻ, ആ കല്ലറയ്ക്കകത്തുനിന്ന്, നാറ്റം വെച്ച കല്ലറയ്ക്കകത്തുനിന്ന്, നിന്റെ കണ്ണുനീരിന് കാരണമായ കല്ലറയ്ക്കകത്തുനിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാൻ എന്നെ യേശു വരിക. ഓ താങ്ക് ഗോഡ്. പുറത്തു കൊണ്ടുവരിക. അമ്മേൻ. ജോലിക്കാരായി മാറുവാൻ പോകുക. മാതാവേ, പിതാവേ, നിന്റെ തലമുറകൾ ജോലിക്കാരായി മാറുവാൻ പോകുക. റിസൾട്ട് ഉണ്ടാകുവാൻ പോകുക. അവർ എഴുതുന്ന പരീക്ഷകളിൽ റിസൾട്ട് ഉണ്ടാകുവാൻ പോകുക. പരീക്ഷകൾ എഴുതുവാൻ വിടാത്ത വിധത്തിൽ തലമുറകളെ, അവരുടെ ആരോഗ്യത്തെ തകർത്ത് കളയുന്ന വെല്ലുവിളി യേശുവിൻ നാമത്തിൽ വിട്ടുപോകട്ടെ. ആമേൻ, ആമേൻ. കെട്ടിബന്ധിക്കുക. അഡ്മിഷനുകൾ ഉണ്ടാകുക. ഓ സ്തോത്രം. ആ നാറ്റം മാറുക. എത്ര തവണയായി നാറ്റമാണ്. അവരുടെ ജീവിതവും നിന്റെ ജീവിതവും നാറ്റമായി മാറിയിരിക്കുന്നു. ആ നാറ്റം മാറുക. ഓ സ്തോത്രം. അത് കർത്താവിൻ്റെ നാമമഹത്വത്തിനായി മാറുവാൻ പോവുകയാണെന്നേ. ആ രാജ്യത്തിൻ്റെ വാതിലിന് തുറക്കപ്പെടുമ്പോഴേ അത് കർത്താവിൻ്റെ നാമമഹത്വത്തിനായി മാറുവാൻ പോവുക. നോക്കിയേ, 12-ാം അധ്യായത്തിൽ അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ മറിയ, 3-ാമത്തെ വാക്യത്തിലാണ്, വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഒരു റാന്തലെടുത്ത് യേശുവിൻ്റെ കാൽക്കൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. സൗരഭ്യം കൊണ്ട് നാറ്റം മാറുകയാണ്. ഓ സ്തോത്രം. തലമുറകളുടെ ആ നാറിപ്പോയ ജീവിതം മാറുക. അവർ സൗരഭ്യമുള്ളവരായി മാറുവാൻ പോകുക. യേശുവുള്ള ജീവിതം അത് സൗരഭ്യമുള്ള ജീവിതമാണ്. ആമേൻ. കല്ലറയ്ക്കുള്ളിലായിപ്പോയതേ ആ സൗരഭ്യം ഉണ്ടാകുവാൻ വേണ്ടിയാ. യേശുവുള്ള ജീവിതം അവർക്കുണ്ടാകുവാൻ വേണ്ടിയാ. യേശുവിനൊപ്പം അവർ ഇരിക്കുവാൻ വേണ്ടിയാ. സഹോദരി, നിന്റെ ഭർത്താവ് യേശുവിനൊപ്പം ഇരിക്കുവാൻ വേണ്ടിയാ. സഹോദര, നിന്റെ ഭാര്യ യേശുവിനൊപ്പം ഇരിക്കുവാൻ വേണ്ടിയാ. മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കൾ യേശുവിനൊപ്പം ഇരിക്കുവാൻ വേണ്ടിയാ. ആമേൻ. ആ രോഗത്തിൻ്റെ കല്ലറയിൽ നിന്ന് എൻ്റെ കർത്താവ് പുറത്തു കൊണ്ടുവരിക. സൗഖ്യമാകാ. ഓ താങ്ക് ഗോഡ്. ആമേൻ. യേശു പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ വരാത്തത് കൊണ്ട് ഇപ്പോൾ എന്തായി? ഇനി രക്ഷയില്ല. ഡോക്ടർ പറയുന്നുണ്ട് ഇനി ട്രീറ്റ്മെൻ്റ് ഒന്നും ഫലിക്കത്തില്ല. ഡോക്ടറല്ല, പിശാച് പറഞ്ഞു പഠിപ്പിക്കുക.
എൻ്റെ യേശുവിന് പ്രവർത്തിക്കുവാൻ കഴിയും. 4 നാളായി നാറ്റം വച്ചു, എല്ലാം ചീഞ്ഞളിഞ്ഞു തുടങ്ങി. അവയവത്തെക്കുറിച്ചാണ്, ചീഞ്ഞളിഞ്ഞു തുടങ്ങി, വ്രണം ചീഞ്ഞു തുടങ്ങി, പൊറുക്കുന്നില്ല, ഇൻഫെക്ഷൻ ആവുക. യേശുവിൻ നാമത്തിൽ ചീഞ്ഞളിഞ്ഞു തുടങ്ങിയതിനെ ജീവനുള്ളതാക്കി കർത്താവ് പുറത്തു കൊണ്ടുവരിക. ആ നാറ്റം മാറുക, സൗരഭ്യമുള്ളതായി മാറുക, സൗഖ്യം. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി രോഗമുഖാന്തരം നാറിപ്പോയ നിന്റെ ജീവിതം സൗരഭ്യമുള്ളതായി മാറുവാൻ തക്കവണ്ണം യേശു വരിക. ആമേൻ, ആമേൻ. യേശു വരിക. സഹോദര, ബിസിനസ് മേഖലയിൽ യേശു വരിക. കടക്കാരനായി തലകുനിച്ച് നാറിപ്പോയി നിന്റെ ജീവിതം യേശുവിനൊപ്പം ചേർത്ത് വെച്ച് സൗരഭ്യമുള്ളതാക്കി തീർക്കുവാൻ യേശു വരിക. ആ ബിസിനസ് നീ തുടങ്ങിയത് നിന്റെ ഉയർച്ചയ്ക്കും നിന്റെ കുടുംബത്തിൻ്റെ നന്മയ്ക്കും നിന്റെ സ്വപ്നങ്ങളുടെ പൂർത്തീകരണത്തിനും, അത് ഇനി അങ്ങനെ ആകുവാൻ പോകുന്നത് എൻ്റെ കർത്താവിൻ്റെ നാമം ഉയരുവാൻ വേണ്ടിയാണ്. എൻ്റെ കർത്താവ് ആഗ്രഹിക്കുക അത്. സ്തോത്രം. കർത്താവിൻ്റെ നാമം ഉയരുവാൻ കാരണമായി മാറണം. നിൻ്റെ ആ സ്ഥാപനത്തിലൂടെ കർത്താവിൻ്റെ നാമം ഉയരുവാൻ പോകുക. സഹോദരി, നിൻ്റെ ആ ബിസിനസ്സിലൂടെ കർത്താവിൻ്റെ നാമം ഉയരുവാൻ പോകുക. ആ രാജ്യത്ത് നീ കാൽ വെച്ച് നീ നേടുവാൻ ആഗ്രഹിച്ചത് അവിടെ നിന്ന് പുറത്തു വരുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ നാമം അതിലൂടെ ഉയരുവാൻ പോകുക. അതിന് തക്കവണ്ണം ആ കല്ലറവാതിൽക്കൽ, ആ അടച്ച ഫയലിൻ്റെ അടുക്കൽ യേശു നിൽക്കുക. യേശുവിൻ നാമത്തിൽ അടച്ചു വെച്ച ഫയലിൻ്റെ അടുക്കൽ യേശു നിൽക്കുക. ആ ഫയൽ പിന്നെയും ഓപ്പൺ ചെയ്യുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ ഫയൽ പിന്നെയും എടുക്കുക. ലോണിന് വേണ്ടിയുള്ള ആ ഫയൽ പിന്നെയും എടുക്കുക. അഡ്മിഷന് വേണ്ടിയുള്ള ഫയൽ പിന്നെയും എടുക്കുക. താങ്ക് ഗോഡ്. ട്രീറ്റ്മെൻറ്റ് ഹിസ്റ്ററി പിന്നെയും ഡോക്ടർ പരിശോധിക്കുക. ആമേൻ. ഇതെങ്ങനെ സംഭവിച്ചു എന്ന്. അതേന്നേ, നീ ഇനി തിരികെ ചെല്ലത്തില്ല എന്ന് ഡോക്ടർ വിചാരിച്ചതാ. ചത്തുപോയാൽ പിന്നെ എങ്ങനെ തിരികെ പോകും? പക്ഷെ നീ വീണ്ടും തിരികെ പോകാൻ പോവുക, രോഗിയായിട്ടല്ല. ഇതെന്താ ഇപ്പം അതൊന്നും കാണാനില്ലല്ലോ, അങ്ങനെ പറയാനാ? അതിന് തക്കവണ്ണം ആ ട്യൂമർ ഇപ്പോൾ നിന്റെ ശരീരത്തിൽ നീങ്ങിപ്പോവുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി യേശു വരികയാ. ആമേൻ. യേശു വരും. കല്ലറയ്ക്കുള്ളിലായി പോയാലും അവിടെ യേശു വരും. കടലിൻ്റെ അടിത്തട്ടിലായാലും അവിടെ യേശു വരും. പാതാളത്തിൽ വീണ് പോയാലും അവിടെ യേശു വരും. നീ എവിടെ ആയിപ്പോയാലും യേശു വരും. പ്രാർത്ഥനയ്ക്ക് മറുപടി താമസിക്കുമ്പോൾ അയ്യോ ഇനി യേശു വരും, അയ്യോ ഇല്ലെന്നേ, യേശു വരും. നീ പ്രാർത്ഥിച്ചത് സത്യമാണെങ്കിൽ യേശു വരും. എന്തുകൊണ്ടാ യേശു വരുന്നില്ല, യേശു വന്നില്ല സങ്കടപ്പെട്ടു പോകുന്നേ? ഈ പെട്ടെന്നേ രാവിലെ ആവശ്യമാണ്, ഉച്ചയ്ക്ക് ആവശ്യമാണ്, രാവിലെ പ്രാർത്ഥന, അങ്ങനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. യേശു വരും. എപ്പോഴാണെന്നറിയാമോ? പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ. നോക്കിയേ, ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. പ്രാർത്ഥന ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാനുള്ള മുഖാന്തരമാണ്. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ജോലി സ്ഥലത്ത് പ്രശ്നമുണ്ടായി, അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി. കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ടായി, അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി. മക്കളുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടായി, അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി. പ്രാർത്ഥിക്കേണ്ടതല്ല, പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയാ ഭക്തനെ വിടുവിക്കുന്നത്, ശരിയാ. പക്ഷേ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ പ്രാർത്ഥിക്കണം. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ പ്രാർത്ഥിച്ചാൽ ഏത് കല്ലറയുടെ അടുക്കലും കർത്താവ് ഇറങ്ങി വരും. അയ്യോ യേശു വന്നില്ലല്ലോ, അവൻ കുരുടന് കാഴ്ച കൊടുത്തവനാണല്ലോ, എന്നാലും ഇവളുടെയൊക്കെ ജീവിതത്തിൽ യേശു വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവർ കാണുക യേശു വരും. അതുകൊണ്ട് അവനൊപ്പം ചേർത്ത് നിർത്തുന്ന ഒരു അനുഭവമായി പ്രാർത്ഥനയെ കൊണ്ട് നടക്കുക. പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ചിന്ത വേണം, പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ബോധ്യം വേണം, ഞാൻ ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. നിങ്ങൾ ദൈവത്തോടൊപ്പമാണെങ്കിൽ അവൻ്റെ കരവലയത്തിൽ നിന്ന് നിങ്ങളെ പിടിച്ചെടുക്കുവാൻ ഒരു പിശാചിനും കഴിയത്തില്ലെന്നേ. യേശു വരും, നിങ്ങൾക്ക് വേണ്ടി യേശു വരും. നിങ്ങൾ അവനുള്ളവനാണെങ്കിൽ അവൻ നിങ്ങൾക്ക് വേണ്ടി വരും. ഏതവസ്ഥയിലും നിങ്ങൾക്ക് വേണ്ടി വരും, മറുപടിയുമായി വരും, നിങ്ങളെ പുറത്തു കൊണ്ടുവരും. അപ്പോൾ അതിനായി കർത്താവ് നിങ്ങളെ ഒരുക്കട്ടെ. പ്രാർത്ഥിക്കുക, മറിയെപ്പോലെ കർത്താവിനോട് ചേർന്ന് നിൽക്കുക. മാർത്തയെപ്പോലെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ വ്യഗ്രതയുള്ളവരായി തീരുക, വ്യഗ്രതയുള്ളവരായിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് വരും. വിലയേറിയത് നഷ്ടപ്പെട്ടു പോയതിനെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെയും തിരികെ തരും. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിലും ചെയ്യും. നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ, പിശാച് പറഞ്ഞ് കിട്ടത്തില്ല, കേട്ട് ശരിയാ കിട്ടത്തില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി കോൺടാക്ട് ചെയ്യുക. യേശു വരും.
നഷ്ടപ്പെട്ടു പോയതിനെ നിങ്ങൾക്ക് തിരികെ തരുവാൻ, നാറ്റം വെച്ച് പോയതിനെ സൗരഭ്യമുള്ളതാക്കി മാറ്റുവാൻ, അവൻ്റെ നാമം നിങ്ങളുടെ ജീവിതത്തിൽ ഉയരുവാൻ തക്കവണ്ണം യേശു വരും. കോണ്ടാക്ട് ചെയ്തു. കണ്ടോ, ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം അടിയൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇവരിൽ രോഗികളായി ഭാരപ്പെടുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗമുഖാന്തരം നാറ്റം വച്ചുപോയ അവസ്ഥ, നിന്നയും നിരാശയുമായി മാറിയ, കടക്കാരായി മാറിയ അവസ്ഥ മാറട്ടെ. യേശുവിൻ നാമത്തിൽ എല്ലാ ബാധിപ്പുകളും വിട്ടുമാറട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. ആശുപത്രി കിടക്കകൾ മാറ്റി വിരിക്കപ്പെടട്ടെ. അപ്പാ, കല്ലറ വാതിൽക്ക് ഇറങ്ങി നിന്ന കർത്താവ് ഇന്ന് ആശുപത്രിക്കകത്ത്, ആ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് അങ്ങ് ഇറങ്ങി നിൽക്കുന്ന കൃപയ്ക്കായി, യെസ്, ഓപ്പറേഷൻ കഴിഞ്ഞ മുറിവിനെ അങ്ങ് സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി, യെസ്, യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കാൻ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ കടകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ്, വഴി തുറക്കപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ, വെല്ലുവിളികൾ മാറട്ടെ. കർത്താവേ, അങ്ങിറങ്ങി ചെല്ലണമേ. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവർ ആയിരിക്കുന്ന സ്ഥാനത്ത് അങ്ങിറങ്ങി നിൽക്കണമേ. ശത്രുവിനോട് എതിർത്ത് നിന്ന് ജോലി സ്ഥലത്ത് അവർ കുറച്ച് നിൽക്കുവാൻ തക്കവണ്ണം സാഹചര്യങ്ങളെ ദൈവം അനുകൂലമാക്കി തീർക്കണമേ. ശക്തി പകരണമേ. ജോലി മേലുള്ള സകല വെല്ലുവിളികൾ മാറട്ടെ, കടഭാരങ്ങൾ മാറട്ടെ, എല്ലാ ഇല്ലായ്മകളും മാറട്ടെ, പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. ഓ, താങ്ക് ഗോഡ്. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭർത്താവ് മടങ്ങി വരട്ടെ, ഭാര്യ മടങ്ങി വരട്ടെ. ആ നാറ്റം മാറട്ടെ. സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാവി മേലുള്ള തടസ്സം മാറട്ടെ. വിവാഹബന്ധം നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. യേശുവിൻ നാമത്തിൽ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ. റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. മത്സര പരീക്ഷകൾ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. ഇൻ്റർവ്യൂ കഴിഞ്ഞ് കാത്തിരിക്കുന്നവർക്ക് ജോലികൾ കിട്ടട്ടെ. പഠന സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. ഓ, എഡ്യൂക്കേഷൻ ലോണുകൾ ലഭിക്കട്ടെ. യേശുവിൻ നാമത്തിൽ. ഓ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അഡ്മിഷനുകൾ ലഭിക്കട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കപ്പെടട്ടെ. അമേൻ. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കച്ചവടങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വലുതും ചെറുതുമായ സകല ബിസിനസ്സുകളും സ്വദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ വെല്ലുവിളികളും മാറട്ടെ. പുതിയ സ്പോൺസർമാരെ ലഭിക്കട്ടെ. ഓ, വിസ പ്രോബ്ലങ്ങൾ മാറിപ്പോകട്ടെ. ഓ, താങ്ക് ഗോഡ്. ജോലി സ്ഥലത്ത് നിന്നെ അനുഭവിച്ചായിരിക്കുന്നവർ ആ നിന്ന മാറുവാൻ തക്കവണ്ണം സ്ഥിര വരുമാനമുള്ള ജോലി ഉണ്ടാകട്ടെ. ആമേൻ. സ്വന്തം ഭവനങ്ങൾ പണിത് പൂർത്തീകരിക്കപ്പെടട്ടെ. ആ നാറ്റം വെച്ച അവസ്ഥ മാറട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ, വസ്തുക്കൾ വാങ്ങട്ടെ. ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നാറ്റം മാറട്ടെ, സൗരഭ്യമുള്ളതായി മാറട്ടെ. യാസ്, പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. അങ്ങയുടെ നാമമഹത്വത്തിനായി ഇവരങ്ങ് പ്രയോജനപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം ദൈവമനുസരിച്ചാൽ നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.